അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഇപ്പോൾ വായിക്കേണ്ട 2-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ആയിരക്കണക്കിന് പുരുഷാരത്തിന്റെ നടുവിൽ സഹോദരങ്ങളോട് സഹപ്രവർത്തകരോട് കൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഓടിക്കൂടിയ പുരുഷാരത്തോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതാമഹനായിരുന്ന ദാവീദ് മരിച്ചില്ലേ? ദാവീദ് മരിച്ചു. ദാവീദിനെ അടക്കിയില്ലേ? അടക്കി. ദാവീദിന്റെ കല്ലറ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ കല്ലറ ഇന്നും അടഞ്ഞു കിടക്കുകയല്ലേ? ആ കല്ലറയ്ക്കകത്ത് ദാവീദിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ ഇല്ലേ? ഉണ്ട്. കാരണം ആ കല്ലറ അവിടെയുണ്ട്. ആ കല്ലറ അവിടെ ഉണ്ടെന്ന് എല്ലാവരും സാക്ഷികളാണ്. ആ കല്ലറ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതിനും എല്ലാവരും സാക്ഷികളാണ്. അങ്ങനെയാണെങ്കിൽ പത്രോസ് ചോദിക്കുകയാണ്, ദാവീദ് പറയുന്നു, അങ്ങന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, അങ്ങയുടെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ലെന്ന്. അത് ദാവീദിനെ കുറിച്ചല്ലല്ലോ. കാരണം ദാവീദിന്റെ ശരീരം അഴുകിയില്ലേ? മണ്ണിനോട് ചേർന്നില്ലേ? ഇനി തപ്പിയാൽ ഈ കല്ലറയ്ക്കകത്ത് വല്ലതും കിട്ടാനുണ്ടോ? ഇല്ലല്ലോ. അത് ദ്രവത്വമായില്ലേ? അങ്ങനെയാണെങ്കിൽ ദാവീദിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ ആരെ കുറിച്ചാണെന്ന് പത്രോസ് പറയുകയാണ്. അതാരെ കുറിച്ചാണെന്നറിയാമോ? ദാവീദിനെ കുറിച്ചല്ലെങ്കിൽ പിന്നെ ആരെ കുറിച്ചാണ്? ഈ ദാവീദിന്റെ കല്ലറയുള്ള പട്ടണത്തിൽ മറ്റൊരു കല്ലറയുണ്ട്. ആളില്ലാത്തൊരു കല്ലറ, കാലിയായി കിടക്കുന്ന ഒരു കല്ലറ. ആ കല്ലറ ആരുടെ കല്ലറയാണ്? അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറയാണ്. ആ കല്ലറ കാലിയായി കിടക്കാൻ കാരണം വേറൊന്നുമല്ല. അത് കാലിയാകുന്നതിന് മുമ്പ് 1000 വർഷങ്ങൾക്ക് പിറകിൽ പ്രവാചകനായ ദാവീദ് പ്രവചിച്ചു, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ച്, തിരുവെടുത്ത് രേഖപ്പെടുത്തിയതുപോലെ അടക്കപ്പെട്ട്, തിരുവെടുത്ത് രേഖപ്പെടുത്തിയതുപോലെ ഉയർത്തെഴുന്നേൽക്കും